ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഞാനും കരുതിയത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ അക്വയർ ചെയ്ത് ബഹുനില മന്ദിരങ്ങൾ വരുന്നത്, കുറെ കെട്ടിടങ്ങൾ വരുന്നത്, അതാണ് വികസനം എന്നാണ് ഞാനും പണ്ട് കരുതിയത്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അതല്ല വികസനം. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ വികസനം ഉണ്ടായി എന്ന് നമ്മൾ കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റം ഉണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. നാടിന് മാറ്റമുണ്ടാകാൻ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ, കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം. നമ്മളോട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മുഖ്യമന്ത്രി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്. ചൂടാവേണ്ട സമയത്ത് സ്ഥലത്ത് ചൂടാവുകയും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തും ചെയ്യാൻ തയ്യാറാവുമല്ലോ. അങ്ങനെയല്ലല്ലോ. അദ്ദേഹം ചൂടാവുന്ന ആളാണ്, അദ്ദേഹം ചിരിക്കുന്ന ആളാണ്. നമുക്ക് വേണ്ടത് നല്ലൊരു ഭരണമാണ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതിനോടനുബന്ധിച്ചുള്ള മന്ത്രിമാരെയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ധനകാര്യ വകുപ്പ് അദ്ദേഹം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാര്യം പുള്ളി ഒരുപാട് വിഷനുള്ള ഒരാളാണ്. കേരളത്തെ ഡെവലപ്പ് ആവണം എന്ന് പല സ്ഥലത്തും പ്രസംഗിക്കുകയും നല്ല പ്രസംഗങ്ങൾ പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ തന്നെ വേണം ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ ശഠിച്ചതും നിർബന്ധിച്ചതും മുറവിളി കൂട്ടിയതും. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അദ്ദേഹം ഉണ്ടാക്കി അവതരിപ്പിക്കും എന്ന് പറഞ്ഞു 19-ാം തീയതി. ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ചെയ്യും. ഇപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികൾ പുറത്തു പോരുന്നതിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് ധനം ഉണ്ടാക്കാൻ വേണ്ടി പൂവിൽ തേൻ കുടിക്കുന്ന പോലെ ആ ലാഘവത്തോടെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നികുതി പിരിക്കും. അതിന് ചാണക്കിൻ്റെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നല്ലോ, ചാണക്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പ്രധാനം വൃത്തി. ഇപ്പോൾ നമ്മുടെ ടൂറിസം ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഫണ്ടുകൾ കൊടുത്ത് എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് തൊഴിലാളികളെ ഉണ്ടാക്കണം. അവരുണ്ടെങ്കിൽ പുല്ലൊക്കെ വെട്ടി അവലൊക്കെ ആനയൊക്കെ വൃത്തിയാക്കി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ അണ്ടറിൽ 1-2 തൊഴിലാളികൾ സ്ഥിരമുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ വാർഡിലും അവർക്ക് ശ്രദ്ധിക്കാം. നഗരവൽക്കരണം വകുപ്പ് അത് കൊടുക്കുമ്പോൾ വൃത്തിയും അതുപോലെ നമ്മുടെ വേസ്റ്റ് സംസ്കരിക്കുന്നതും ഏറ്റവും പ്രധാനമായിരിക്കണം. അതുപോലെ നമ്മുടെ പുഴകൾ മണലുവാരി, എല്ലാ പാർട്ടിക്കാരും മണലുവാരി, അതിലെല്ലാവരും തെറ്റുകാർ തന്നെയാണ്.
മണലൊരു പരിധി കഴിയുമ്പോൾ നിർത്തണമായിരുന്നു. ഇത് മണൽ വാരി അടിയിൽ ചേണിയായി ഇപ്പം തിട്ടുകൾ രൂപപ്പെട്ടേക്കുക. ആ തിട്ടുകളൊക്കെ ഇടിച്ച് നിരത്തണം. അങ്ങനെ പുഴയിലേക്ക് മണൽ വാരരുത്. മണലില്ലാത്തത് കൊണ്ട് വെള്ളം ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏറ്റവും വലിയ തെറ്റല്ലേ എല്ലാവരും കൂടി ചെയ്തത്. അതെല്ലാം മുഖ്യമന്ത്രിയായ അങ്ങ് മനസ്സിലാക്കി ഏറ്റവും അടിത്തട്ടാണ് ഏറ്റവും പ്രധാനം. അതായത് വൃത്തിയാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളും അതുപോലെ ബിൽഡിങ്ങുകളൊന്നും വേണമെന്നില്ലല്ലോ. നമ്മുടെ റോഡുകളും കാര്യങ്ങളൊക്കെ വിശാലമാക്കുകയും അതുപോലെ ഈ നമ്മുടെ നികുതി പിരിക്കുന്ന രീതി അതിനെയൊക്കെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ കേജ്രിവാൾ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നു. അതൊക്കെ പഠിക്കണം. ഏത് പാർട്ടി ആയിക്കോട്ടെ, നല്ലത് ആര് ചെയ്താലും അയാൾ ചെയ്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കളിൽ. നിരാശപ്പെടുത്തരുത്.